വിശദമായി നോക്കാം. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയും അന്താരാഷ്ട്ര ഭീകരനുമായ തഹാവൂർ റാണയെ ഇന്ത്യയുടെ കസ്റ്റഡിയിൽ. ന്യൂയോർക്കിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ച റാണയെ NIA കോടതിയിൽ ഹാജരാക്കും. കനത്ത സുരക്ഷയിൽ രഹസ്യമായാണ് റാണയെ ഇന്ത്യയിൽ എത്തിച്ചത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇനിയുള്ള NIAയുടെ നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കും? നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ചോദ്യം ചെയ്യൽ എപ്പോൾ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്? ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നയതന്ത്ര വിജയം കൂടിയാണ്. ലോകം തന്നെ നടുങ്ങിയ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടം തന്നെയാണ്. അമേരിക്കയുടെ പിടിയിൽ അമേരിക്കൻ ജയിലിലായിരുന്ന തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടി ഇന്ത്യ ദീർഘകാലമായി തന്നെ നയതന്ത്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2019 ഔദ്യോഗികമായി തന്നെ പ്രതിയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ അമേരിക്കയെ സമീപിച്ചിരുന്നു. അതിനുശേഷവും ഏറ്റവും അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയിലും ഡൊണാൾഡ് ട്രംപ് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുതരുന്ന കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. അപ്പോഴും തഹാവൂർ റാണയെ അടക്കം ഇന്ത്യയിലേക്ക് വിട്ടു നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ന്യൂയോർക്ക് സുപ്രീം കോടതിയെ അടക്കം സമീപിച്ചിരുന്നു. ആ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ തഹാവൂർ റാണയുടെ ഹർജി തള്ളി. ഇതിനെ തുടർന്നാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം തുറന്നത്. എന്തായാലും മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ കൊടും ഭീകരനെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ലോകതലത്തിൽ തന്നെ ഒരു വലിയ നയതന്ത്ര വിജയം തന്നെയാണ്. ഇനി വിചാരണ ആരംഭിക്കേണ്ടതുണ്ട്. തഹാവൂർ റാണയിൽ നിന്നും ആരൊക്കെ മുംബൈ ഭീകരാക്രമണത്തിന് ഫണ്ട് ചെയ്തത് ആരൊക്കെയാണ്, മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന് കൂടുതൽ ശക്തികൾ, പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെല്ലാം ശക്തികളാണ് ഫണ്ട് ചെയ്യുകയും വിവരങ്ങൾ കൈമാറുകയും ഒക്കെ ചെയ്തത്, അത്തരം വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. നേരത്തെ തഹാവൂർ റാണ ഇന്ത്യയിൽ എത്തുകയും ഈ ഭീകരാക്രമണത്തിന് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് വേണ്ട വിവരങ്ങൾ നൽകിയിരുന്നതും തഹാവൂർ റാണയാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലടക്കം മറ്റു പല രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ ഈ തരത്തിൽ ഭീകരാക്രമണം നടത്തിയ ഒരു അന്താരാഷ്ട്ര ഭീകരൻ കൂടിയാണ് ഈ തഹാവൂർ റാണ. ആ തഹാവൂർ റാണയാണ് ഇപ്പോൾ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. സുപ്രധാനമായ പല രഹസ്യങ്ങളും കണ്ടെത്താൻ കഴിയും എന്ന് NIAയും CBIയും അടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. CBI വിചാരണയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അടക്കം നിയമിച്ചുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട്. തിഹാർ ജയിലിലായിരിക്കും തഹാവൂർ റാണയെ താമസിപ്പിക്കുന്നതെന്നുള്ള അതീവ സുരക്ഷ ആവശ്യമായ ഒരു അന്താരാഷ്ട്ര ഭീകരൻ കൂടിയാണ് തഹാവൂർ റാണ. ഇങ്ങനെ ഒരാളെ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് എത്തിച്ചു തന്നെ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ്. എപ്പോഴാണ് എത്തിച്ചത് എന്ന് സംബന്ധിച്ചടക്കം കൃത്യമായ വിവരങ്ങളൊന്നും NIA കൈമാറിയിട്ടില്ല. ഇന്ത്യയിൽ എത്തിച്ചു എന്ന ഒരു സ്ഥിരീകരണം മാത്രമാണ് നൽകിയത്. ഡൽഹിയിലേക്കാണ് എത്തിക്കുന്നത് പറയുമ്പോൾ ഏത് വിമാനത്താവളത്തിൽ, എപ്പോൾ, ഏത് വിമാനത്തിൽ എന്നുള്ള വിവരങ്ങളടക്കം അതീവ രഹസ്യമാക്കി വെച്ചുകൊണ്ടാണ് NIA രഹസ്യ കേന്ദ്രത്തിലേക്ക് ഇപ്പോൾ തഹാവൂർ റാണയെ എത്തിച്ചിരിക്കുന്നത്. ഇനി കോടതിയിൽ ഹാജരാക്കുക, കോടതിയിൽ നിന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാങ്ങി ജയിലിൽ സൂക്ഷിക്കുക, ജയിലിൽ നിന്ന് വിർച്വലായി കോടതിയിൽ നടപടിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ NIA തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം തഹാവൂർ റാണയെ പോലെ ഒരു അന്താരാഷ്ട്ര ക്രിമിനലിനെ കോടതിയിലേക്ക് നേരിട്ട് ഹാജരാക്കുക, നേരിട്ട് കൊണ്ടുപോകുക, അത്തരത്തിലേക്ക് വിചാരണ നടത്തുക എന്നതിനൊക്കെ പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരം മാർഗ്ഗങ്ങളാണ് മുമ്പും സമാനമായ രീതിയിലേക്കാണ് ഇത്തരമുള്ള ക്രിമിനലുകളെ, അല്ലെങ്കിൽ ഈ തരത്തിലേക്ക് അന്താരാഷ്ട്ര തലത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്രിമിനലുകളെ വിചാരണയ്ക്ക് വേണ്ടി ഇന്ത്യ ഉപയോഗിച്ചിട്ടുള്ളത്. ആ മാർഗ്ഗം തന്നെയാവും ഇനി ഉപയോഗിക്കുക എന്നാണ് കരുതുന്നത്. എന്തായാലും അത്തരം നടപടികളിലൊക്കെ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് NIAയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഔദ്യോഗിക ഏജൻസികളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു സ്ഥിരീകരണം ലഭിക്കാതെ നമുക്ക് കൃത്യമായി പറയാനാവില്ല. പലപ്പോഴും സൂചനകൾ മാത്രമായിരുന്നു ഇത്ര മണിക്ക് ഇന്ത്യയിൽ എത്തി എന്നുള്ളതിനൊക്കെ പലപ്പോഴും സൂചനകൾ മാത്രമാണ് വന്നിരുന്നത്. അതനുസരിച്ചാണ് നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇക്കാര്യത്തിൽ എപ്പോഴാണ് എത്തുന്നതെന്നോ അല്ലെങ്കിൽ അതിന് കൃത്യം എത്തുന്ന സമയമോ അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ ഏത് സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്, അത്തരം വിവരങ്ങളൊക്കെ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിവരങ്ങളൊന്നും NIAയും ഇന്ത്യയുടെ ദേശീയ സുരക്ഷയുടെ ചുമതലയുള്ള മറ്റ് ഏജൻസികളുമൊന്നും പുറത്തുവിട്ടിരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ വിജയം തന്നെയാണ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇനി ഇവിടെ വിചാരണ നേരിടാൻ സാധ്യമാക്കുന്നു എന്നുള്ളത് നിയമപരമായി കൂടി ഇന്ത്യക്ക് ഒരു വലിയ വിജയം കൂടിയാണ്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച നടപടിയെ സ്വാഗതം ചെയ്ത് മുംബൈ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ പിതാവ് K ഉണ്ണികൃഷ്ണൻ. നടപടി വലിയ നയതന്ത്ര നീക്കമാണെന്നും രാജ്യം അന്നത്തെ കേസ് കൈയൊഴിഞ്ഞില്ല എന്നതിന്റെ തെളിവാണിതെന്നും K ഉണ്ണികൃഷ്ണൻ ന്യൂസ് 18നോട് പറഞ്ഞു. റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ പാകിസ്ഥാൻ ഭീകരതയുടെ പല വിവരങ്ങളും വെളിവാകുമെന്നും K ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു. നമ്മുടെ ഡിപ്ലോമാറ്റിക്കലി ഒരു നല്ല ന്യൂസാണ്. നമുക്ക് 26/11 നമ്മൾ ആരും മറന്നിട്ടില്ല. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇന്ത്യൻ ഏജൻസീസിനെ സംബന്ധിച്ചിടത്തോളം.
അവർ ഇത്രയും കാലമായിട്ട് പരിശ്രമിച്ചിട്ട് ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റാണ്. അങ്ങനെ ഇത് സാധാരണഗതിയിൽ നമ്മൾ അന്നുണ്ടായ കൾപ്രിറ്റിനേക്കാളും കൂടുതൽ ഈ കോൺസ്പിറേറ്റേഴ്സ് എന്ന് പറയില്ല, അവർ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ആൾക്കാർ ഇവരാണ്. പക്ഷെ നമുക്കിനിയും കിട്ടാനുള്ള ആൾക്കാരുണ്ട്. ഇതാരാണ് ശരിക്കും പ്ലാൻ ആദ്യം തന്നെ ചെയ്തത്, ആരുടെ മനസ്സിലാണ് അതുണ്ടായത്, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ ഉത്തരങ്ങൾ നമുക്ക് ഇന്ത്യത്തിൽ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആരായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു എഫേർട്ട് നമുക്കറിയാം ആരാണെന്നുള്ളത്, ലോകത്തിന് മുഴുവൻ അറിയാം എല്ലാ കാരണങ്ങളാണെന്നുള്ളത്. പക്ഷേ ലീഗലി പ്രൂഫ് വേണം നമ്മൾക്ക്. ആ പ്രൂഫ് ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആ ദൃഷ്ടിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു അച്ചീവ്മെൻ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ദേശത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ, നമ്മളെ സൈനികരെ പറ്റി ചിന്തിക്കുമ്പോൾ സന്ദീപ് ഇപ്പോഴും മുൻനിരയിൽ തന്നെയാണ്. പക്ഷേ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്തുകൊണ്ടായിരിക്കാം. പക്ഷേ വേറൊരു സന്ദർഭത്തിലാണെന്നുണ്ടെങ്കിൽ വേറൊരാളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ആയിരിക്കും നമ്മൾ അവരെ പറ്റി സ്മരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ സോൾജേഴ്സിനെയും നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്നില്ല, അദ്ദേഹം ചെയ്ത കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹത്തിന് വേറൊന്നും പറ്റില്ല. ഈ ദിൽ മാങ്കെ മോറെന്നും പറഞ്ഞിട്ട് പോയി ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ എൻ്റെ ഏറ്റവും വലിയ എന്താണെന്നുണ്ടെങ്കിൽ ഏത് സൈനിക കേന്ദ്രങ്ങളിൽ പോയാലും സന്ദീപിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഏത് ഗ്രൂപ്പിൽ പോയാലും ചെയ്യുന്നു, ഏത് ട്രെയിനിൽ പോയാലും ഏത് ഫ്ലൈറ്റിൽ പോയാലും എന്നെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നു. സോ നമ്മൾ ചോദിക്കാതെ തന്നെ ഓട്ടോമാറ്റിക് അപ്ഗ്രേഡേഷൻ എല്ലാ സ്ഥലത്തും കിട്ടുന്നത് നമുക്ക് എല്ലാം അറിയാം. തഹാവൂർ റാണയെ ചോദ്യം ചെയ്താൽ ഇനിയും കൂടുതൽ പേരുകൾ പുറത്തുവരുമെന്ന മുൻ DGP ലോക്നാഥ് ബെഹ്റ. മുംബൈ ഭീകരാക്രമണ കേസിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിരുന്നു ബെഹ്റ. ഞങ്ങൾക്ക് ഈ റാണയ്ക്ക് ആക്സസ് കിട്ടിയില്ലായിരുന്നു. റാണയ്ക്ക് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അത് കിട്ടി. ഇപ്പോൾ ഇയാൾ വന്ന ശേഷം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട് ആ കോൺസ്പിറസിയിലെ. പിന്നെ കുറച്ചുകൂടി ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ ലോക്കൽ സപ്പോർട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു, ഈ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ബാക്കി സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഏജൻസിമാരെ വളരെ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യും, എനിക്ക് അതിലൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇതൊരു നല്ല ഒരു അച്ചീവ്മെൻറ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഒരു നല്ല അച്ചീവ്മെൻറ്റ് ഞാനത് പറയാം.